ദില്ലിയിലെ കേരള ഹൗസിൽ അതിപ്രധാനമായ യോഗം നടന്നു. രണ്ട് യോഗങ്ങളാണ് നടന്നത്. ആദ്യം നടന്നത് ഗവർണറും മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള എംപിമാരും പങ്കെടുത്ത യോഗമാണ്. കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായം അത് കൃത്യമായി നേടിയെടുക്കാൻ, ഇതുവരെ കിട്ടാത്ത സഹായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നേടിയെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഗവർണർ മുൻകൈയെടുത്തുകൊണ്ട് വിളിച്ച യോഗം. ഗവർണറോടൊപ്പം മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ദില്ലിയിൽ ടീം കേരള രൂപപ്പെടുന്നു. ആരൊക്കെയാണുള്ളത്? ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ഇവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണം എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ അത്തരമൊരു യോഗം നടന്ന വിവരമേ കാണില്ല. ഉള്ളിലെ പേജിൽ ചെറിയൊരു വാർത്ത നൽകിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ യോഗമാണ്. കേരളം എത്രയോ കാലമായി ആവശ്യപ്പെടുന്നതാണ്. കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നു എന്ന കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ യാതൊരു തർക്കവുമില്ല. മാധ്യമങ്ങളും അതോടൊപ്പം നിൽക്കുന്നുമുണ്ട്, അതിൽ ശരിയുണ്ട് എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അത് മറികടക്കുന്നതിന് വേണ്ടി സുപ്രധാനമായ ഒരു യോഗം ഗവർണറുടെ നേതൃത്വത്തിൽ നടന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളിൽ, ദിനപത്രങ്ങളിൽ ഒന്നാം പേജിൽ അതൊരു വാർത്തയേ ആയില്ല. അകത്തെ പേജിൽ ചെറിയൊരു വാർത്തയായി ഒതുങ്ങി. മലയാള മനോരമയിൽ 10-ാം പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. 10-ാം പേജിൽ ഒരു 3 കോളം വാർത്ത, ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു ഫോട്ടോ സഹിതം ചെറിയൊരു വാർത്ത. വിവാദങ്ങൾക്ക് താല്പര്യമില്ല, ഒന്നിച്ച് നീങ്ങണം ഗവർണർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിക്കും കേരള എംപിമാർക്കും നൽകിയ അത്താഴ വിരുന്നിൽ. വ്യക്തിപരമായ രാഷ്ട്രീയം തനിക്കുണ്ടെങ്കിലും വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഒന്നിച്ചു നീങ്ങാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കും നൽകിയ അത്താഴ വിരുന്നിലാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ BJP ഇതര സർക്കാരും എംപിമാരും ഉള്ളതുമൂലം കേന്ദ്ര സർക്കാരിൽ നിന്ന് അവഗണന നേരിടുന്നുണ്ടെന്ന് വിമർശനം എംപിമാർ യോഗത്തിൽ ഉന്നയിച്ചു. മുൻ ഗവർണറുടെ ഓഫീസിൽ നിന്ന് കേരളത്തിനുണ്ടായ തിക്താനുഭവങ്ങളും ചിലർ ഉന്നയിച്ചു. എംപിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഗവർണർ ഇത്തരമൊരു യോഗം വിളിക്കുന്നത് ആദ്യമാണ്. പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടതെന്ന സമീപനം മുന്നോട്ട് വയ്ക്കാനാണ് ഗവർണർ സൗഹൃദ യോഗം വിളിച്ചതെന്ന് ഗവർണറുടെ ഓഫീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നമ്മുടെ മുന്നിൽ ഒരു മുൻ ഗവർണർ ഉണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം എന്താണ് ചെയ്തത് എന്നും നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ രീതിയിൽ കേരളത്തോടൊപ്പം നിന്ന് ഒരു ടീം കേരള രൂപീകരിച്ച് ടീം കേരള കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു യോഗം നടക്കുന്നത് കേരളത്തിന് ഏറ്റവും ഗുണപ്രദമാണ്, കേരളത്തിന് ആവശ്യമാണ്. അങ്ങനെയൊരു നീക്കം നടന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ അതിനോട് മുഖം തിരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയും നടന്നില്ല. അന്തിച്ചർച്ചയിൽ വിഷയമായതേയില്ല. തുടർ ചർച്ച നടക്കുമോ എന്നറിയില്ല. എങ്കിലും അത് ഒരു പ്രധാന വാർത്തയായി വരേണ്ടതായിരുന്നു, വന്നില്ല. എന്തുകൊണ്ട്? കേരളത്തോട് മാധ്യമങ്ങൾക്കും പകയുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി മാതൃഭൂമി പത്രം നോക്കാം. മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്തയില്ല. അകത്തെ പേജിൽ ഒരു ചെറിയ വാർത്തയുണ്ട്. മുഖ്യമന്ത്രിക്കും എംപിമാർക്കുമായി ഗവർണറുടെ വിരുന്ന്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒന്നിക്കണമെന്ന് ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഗവർണർ ഒപ്പമുണ്ടെന്നത് ആഹ്ലാദം നൽകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാക്കും ഒരു സബ് ഹെഡിംഗായി കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എംപിമാർ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യമുണ്ടാകണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. കേരള കൗൺസിൽ എംപിമാർക്കായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലും കൂടിക്കാഴ്ചയിലുമാണ് ഗവർണറുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു വാർത്ത. പിന്നീട് കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആരൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. ആ വാർത്തയോടൊപ്പം ഫോട്ടോ നൽകിയിട്ടില്ല. ഫോട്ടോ തൊട്ടടുത്ത പേജിലാണ് നൽകിയിരിക്കുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടി നൽകിയിട്ടുണ്ട്. വളരെ സാധാരണഗതിയിൽ നടന്ന ഒരു സംഭവം എന്ന രൂപത്തിലുള്ള ഒരു വാർത്ത. കേരളം ഭരിക്കുന്നത് LDF ആണ്. കേരളം ഒരു LDFന്റെ 3-ാം സർക്കാരിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയുണ്ടാകുകയും ഗവർണർ കേരളത്തോടൊപ്പം നിൽക്കുകയും
കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്തി കേരളത്തിന് അവകാശപ്പെട്ടത് നേടിയെടുക്കുകയും ചെയ്താൽ അത് കേരള സർക്കാരിന്, പിണറായി സർക്കാരിന് നേട്ടമാകില്ലേ? അങ്ങനെ വന്നാൽ മൂന്നാം LDF സർക്കാർ പ്രാവർത്തികമായാലോ? ഇതാണ് നമ്മുടെ മാധ്യമങ്ങളെ പോലും നയിക്കുന്ന വികാരം. പക്ഷേ UDF MPമാർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ക്ഷണിച്ചിരിക്കുന്നത് ഗവർണറാണ്. അത്താഴ് വിരുദ്ധൻ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിൽക്കാം എന്നൊക്കെ MPമാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ മനസ്സ് കേരളത്തോടൊപ്പമല്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ മനസ്സ് കേരളത്തോടൊപ്പമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. LDF സർക്കാരിനോടുള്ള വിമർശനം, എതിർപ്പ് കേരളത്തോടുള്ള എതിർപ്പായി മാറരുത് എന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. LDF സർക്കാരിനോടുള്ള എതിർപ്പ് കേരളത്തോടുള്ള വെറുപ്പായി മാറ്റുന്നു നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പ്രതിപക്ഷവും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്രയും വലിയ സംഭവം നടന്നിട്ട് കേരളത്തിലെ ഗവർണർ തന്നെ മുൻകൈയെടുത്ത് കേരളത്തിനു വേണ്ടി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുണ്ട് എന്ന സത്യമെങ്ങാനും പുറത്തു വന്നാൽ, ജനങ്ങൾ അതറിഞ്ഞാൽ കേരള സർക്കാരിനെതിരെയുള്ള വികാരം ഒന്ന് തണുത്തു കളയുമോ എന്നാണ് പേടി. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭയം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ മുക്കി ചെറിയതായി, ചെറിയ ഒരു കോളത്തോ 2 കോളത്തിലോ ഒരു ഫോട്ടോയിലോ ഒക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഒതുക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളും പെരുമാറുന്നത്. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിക്കും LDF എന്നാണ് LDF നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. മാധ്യമ പരിലാളനയിൽ ജീവിച്ചവരല്ല ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പരിലാളനയും വേണ്ട. അതിനെയൊക്കെ എതിരിട്ടുകൊണ്ട്, മാധ്യമ ആക്രമണങ്ങളെ എതിരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെയും മറികടക്കും, മുറിച്ചു കടക്കും LDF എന്നാണ് LDF നേതാക്കൾ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. എന്നിരിക്കലും ഇതൊരു വസ്തുതയാണ്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും LDF സർക്കാരിനോടുള്ള എതിർപ്പ് കേരളത്തോടുള്ള എതിർപ്പാക്കി മാറ്റുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.